എടാ ദിസ് ഇസ് ഇതിൽ എടാ ഞാൻ കുഞ്ചാക്കോ ബോബൻ്റെ പുതിയ പടമായിട്ടുള്ള ഉന്മാദം എന്ന് പറഞ്ഞ പടം കണ്ട്. എനിക്കിത് ട്രെയിലറും ടീസറും ഇറങ്ങിയ സമയത്ത് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാണണമെന്ന് തന്നെ വിചാരിച്ചാണ്. ഷാഹി കബീറിൻ്റെ എഴുത്താണ്. ഇപ്പം നായാട്ട്, പിന്നെ ഓഫീസർ ഓൺ ഡ്യൂട്ടി, റോന്ത്, അങ്ങനെ അങ്ങനെ അറിയാലോ, പോലീസ് സ്റ്റോറികൾ നൈസായിട്ട് ആശാൻ പടച്ചു വിടും. അങ്ങനെ ആശാൻ്റെ പടത്തിൽ വന്ന സാധനമാണിത്. എഴുത്തിൽ എനിക്ക് പേഴ്സണലി ഈ ഒരു പടം ഒരു ഓക്കെ ഓക്കെ ഒരു ഡീസൻറ്റ് വാച്ച് അത്ര ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിനകത്ത് പടം പറഞ്ഞു പോകണമെന്ന് വെച്ചാൽ ലൈക്ക് ഒരു എന്തുവാ പണിഷ്മെൻറ്റ് കിട്ടി പുതിയ സ്റ്റേഷനിൽ പറഞ്ഞ ഷെല്ലി എന്ന് പറഞ്ഞൊരു പോലീസുകാരൻ അവിടെ ഒരു സൂപ്പർ നാച്ചുറൽ കണ്ടൻ്റ് ആയിട്ടുള്ള ഒരു കേസ് പിടിക്കുന്നതും ആ ഒരു വള്ളി കേസ് പിടിച്ച് തുടർന്ന് പോണതും അതുമായിട്ടുള്ള പ്രശ്നങ്ങളും പല്ലാപ്പുകളും ഒക്കെയാണ് ഇതിനകത്ത് പടം പറഞ്ഞു പോണത്. അപ്പോൾ ഇതിനകത്ത് പെർഫോമൻസ് വൈസിലേക്ക് പുള്ളിക്കാരൻ കൊള്ളാം, ജോബോ നൈസായിട്ടുണ്ട്. പിന്നെ ലിജോ മോള്, പിന്നെ മറ്റേ പൃഥ്വിരാജിൻ്റെ നോബഡിയിൽ ഇളയ കൊച്ചായിട്ടൊരു മോള് വരുമായിരുന്നു, ഒരു ചബ്ബിയായിട്ടുള്ള അത് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ആ പടത്തിനെ വെച്ച് നോക്കുമ്പം വലിയ റോളൊന്നുമില്ല, പക്ഷെ എന്നിരുന്നാലും കൊള്ളാം. കുറച്ചേ ഉള്ളെങ്കിൽ സ്ക്രീനിൽ കണ്ടോണ്ടിരിക്കാൻ നല്ല രസമായിട്ടുണ്ട്. പിന്നെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് ഹാഫ് നൈസായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് ഒരു പോയിന്റിൽ ഇൻ്റർവെല്ലൊക്കെ കൊണ്ട് നിർത്തിയതൊക്കെ നൈസായിരുന്നു. സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ എന്തോ ഉദ്ദേശിച്ച പോലെ ഒരു ഇത് കിട്ടിയില്ല. എന്ന് വെച്ചാൽ ഒരു ബിൽഡപ്പ് ചെയ്ത് അത് വെച്ചൊക്കെ നോക്കുമ്പോൾ എന്തോ ഭയങ്കര സാധനമാണെന്ന് പറഞ്ഞ ഒരു കേസാണ്. ആ ഒരു ഇതൊന്നും പേഴ്സണലി എനിക്കത് തോന്നിയില്ല. പിന്നെ ഗ്രാഫിക്സ് ഒക്കെ ശോകമായിരുന്നു, പ്രത്യേകിച്ച് ഒരു പുകയിൽ ഒരു പ്രായത്തിൻ്റെ പരിപാടി കാണിക്കുന്നതും പിന്നെ പല്ലീരൊക്കെ അതിന് മറ്റേ കാർട്ടൂൺ സെറ്റപ്പ് പോലെ. പിന്നെ ലൈക്ക് എന്തോ മോശം പടമല്ല, ഇതൊരിക്കലും ഒരു മോശം പടമല്ല. പക്ഷേ പുള്ളിക്കാരൻ്റെ എഴുത്തുകളിൽ വെച്ച് നോക്കുമ്പോൾ ഇതെന്തോ ഉദ്ദേശിച്ച പോലെ വരാത്ത ഒരു പരിപാടിയായിട്ടാണ് എനിക്കത് തോന്നിയത്. എന്ന് പറഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചിന് കാണാൻ പറ്റിയ ഒരു ഡീസൻറ്റ് സാധനം അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇതിനെ പറ്റിയിട്ട് എനിക്ക് പറയാനുള്ളത്. ഒരുപാടൊന്നും വിട്ടുപോയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ അത്രേ ഉള്ളൂ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഉന്മാദം ഫ്രം മൈ സൈഡ്.